വില്ലന്റെ പേരുമാറ്റമടക്കം 24 വെട്ടുമായി എമ്പുരാന്റെ റീ എഡിറ്റ് പതിപ്പ്. റീ എഡിറ്റ് ചെയ്ത സിനിമയുടെ പതിപ്പ് ഇന്ന് തന്നെ തിയേറ്ററുകളിലെത്തും. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയല്ല റീ എഡിറ്റ് എന്ന് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു. സിനിമയുടെ പ്രദർശനം തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളി. പ്രധാന വില്ലൻ കഥാപാത്രത്തിന്റെ പേര് ബൽരാജ് ബജ്രംഗിക്കു പകരം ബൽദേവ് എന്നാക്കി. നന്ദിക്കാടിൽ നിന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പേരു നീക്കി. ഇതടക്കം എമ്പുരാന്റെ പുതിയ പതിപ്പിൽ വെട്ടുന്നത് 24 ഭാഗങ്ങൾ. സമ്മർദ്ദത്തിനും ഭീഷണിക്കും വഴങ്ങിയല്ല റീ എഡിറ്റെന്ന് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിന്റെ വിശദീകരണം. മോഹൻലാലിനും തനിക്കും ഉൾപ്പെടെ സിനിമയുടെ കഥ അറിയില്ലായിരുന്നുവെന്ന വാദവും ആന്റണി പെരുമ്പാവൂർ തള്ളി. മോഹൻലാൽ സാറിന് ഈ സിനിമയുടെ കഥ അറിയാം, എനിക്കറിയാം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് അറിയില്ല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. സിനിമയുടെ 3ാം ഭാഗമുണ്ടാകുമെന്നും ആന്റണി പെരുമ്പാവൂർ സ്ഥിരീകരിച്ചു. അതേസമയം ഇതെല്ലാം കച്ചവടമെന്ന വിവാദങ്ങളിൽ നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ പ്രതികരണം. So what? What is the controversy? Who has raised the controversy? It's all business, man. It's all business. Screwing up the psyche of the people and making money. ഇതിനിടെ സിനിമയുടെ പ്രദർശനം തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളി. പ്രശസ്തിക്ക് വേണ്ടിയുള്ള ഹർജിയെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി കേന്ദ്ര സർക്കാരിനും സെൻസർ ബോർഡിനും നോട്ടീസ് അയച്ചു. ഹർജി നൽകിയ BJP തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം വിജീഷിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. എമ്പുരാൻ വിവാദം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും കേരളത്തിൽ നിന്നുള്ള LDF UDF അംഗങ്ങൾ നൽകിയ നോട്ടീസുകൾ തള്ളി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24.